Hello everyone, welcome to Mastermind. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ക്വിസ് എന്നുള്ള ഫോമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ പലരും പല ലെവലിൽ നിൽക്കുകയായിരിക്കും. കുറച്ചധികം നാളായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 20 questions ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ വെൽക്കം ടു ദ സെഷൻ ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ fill in the blanks ആണ്. I wish my cousin dash here to listen this class. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ഞാൻ ആഗ്രഹിക്കുക എൻ്റെ കസിൻ ഈ ക്ലാസ് കേൾക്കാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഐ വിഷ് മൈ കസിൻ ഡാഷ് ഹിയർ, വുഡ് ബി ഹിയർ, ഹാസ് ബീൻ ഹിയർ, ഈസ് ഹിയർ, വർ ഹിയർ. അപ്പോൾ ഇവിടെ ഈ വിഷും തന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുക എൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനത്തെ വിഷൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും പാസ്റ്റ് ആൻഡ് പ്ലൂറൽ ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുക. പാസ്റ്റ് ആൻഡ് പ്ലൂറൽ ഫോം ഓഫ് വെർബ്, ഒരേ ഒരു പാസ്റ്റ് ആൻഡ് പ്ലൂറൽ ഫോം ഓഫ് വെർബേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് വർ. ഓക്കെ, ഐ വിഷ് മൈ കസിൻ വർ ഹിയർ ടു ലിസൺ ടു ദിസ് ക്ലാസ്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ആഗ്രഹം, ഇമാജിനറി കേസസ്, ഇതെല്ലാം പാസ്റ്റ് ആൻഡ് പ്ലൂറൽ ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുക, വർ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. എവറിത്തിങ് ദാറ്റ് ഐ ലൈക്ക് ടു ഈറ്റ് ആർ ഫാറ്റനിങ്. എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെല്ലാം വണ്ണം വെക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എവറിത്തിങ് ദാറ്റ് ഐ ലൈക്ക് ടു ഈറ്റ്. ഓക്കെ, അത് ഫാറ്റനിങ് ആണ്, വണ്ണം വെക്കുന്ന ടൈപ്പുള്ള സാധനം. മേ ബി ജങ്ക് ഫുഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് വണ്ണം വെക്കുന്നത്? എവറിത്തിങ് ദാറ്റ് ഐ ലൈക്ക് ടു ഈറ്റ്. അപ്പോൾ ഈ എവറിത്തിങ് എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പോൾ അതിൻ്റെ വേർബ് സിംഗുലർ ആയിട്ട് തന്നെ വരണ്ടേ? ഇസ് ആണ്. എവറിത്തിങ് ദാറ്റ് ഐ ലൈക്ക് ടു ഈറ്റ് ഇസ് ഫാറ്റനിങ്. അപ്പോൾ എല്ലാം എന്ന് പറയുമ്പം എ ആണെങ്കിലും കഴിച്ചാൽ വണ്ണം വെക്കും, ബി കഴിച്ചാൽ വണ്ണം വെക്കും, സി കഴിച്ചാൽ വണ്ണം വെക്കും. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെല്ലാം വണ്ണം വെക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ? എവറിത്തിങ്ങിനെ പറ്റിയാണ്. എവറിത്തിങ് സിംഗുലർ ആണ്, വേർബും സിംഗുലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇതിനെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റണം. 2 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റണം. ഐ ഹേർഡ് എ സൗണ്ട്, ഐ വോക്ക് അപ്പ്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റണം. എങ്ങനെ? കൺജങ്ഷൻസ് യൂസ് ചെയ്ത് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റണം. അപ്പോൾ 2 or 3 സെൻറ്റൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺജങ്ഷൻ യൂസ് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റുന്നതിനെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഹിയറിംഗ് ദ സൗണ്ട് ഐ വോക്ക് അപ്പ്. അതൊരു സിമ്പിൾ സെൻറ്റൻസാണ്. ഓക്കെ, ഒറ്റ കാര്യം, സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ എണീറ്റു എന്ന് പറയുന്നത് അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ സിമ്പിൾ സെൻറ്റൻസ്. നമുക്കതല്ല വേണ്ടേ. ഐ ഹേർഡ് എ സൗണ്ട് ആൻഡ് ഐ വോക്ക് അപ്പ്. ഒരു സൗണ്ട് കേട്ടു, ഞാൻ എണീറ്റു. ഓക്കെ, സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ അവിടെ 2 ക്ലോസസ് ഉണ്ട്. ആൻഡ് എന്നുള്ള കൺജങ്ഷൻ വെച്ച് ജോയിൻ ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ കോമ്പൗണ്ട് സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് 2 ക്ലോസസ് വേണം, അറ്റ് ദ സെയിം ടൈം ഒരു കൺജങ്ഷനും വേണം. അങ്ങനെയാണെങ്കിൽ സി, ഐ വോക്ക് അപ്പ് വെൻ ഐ ഹേർഡ് ദ സൗണ്ട്. അത് എന്ത് സെൻറ്റൻസാണ്? അത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ കോംപ്ലെക്സ് സെൻറ്റൻസ്. ഓക്കെ, അതൊരു കോംപ്ലെക്സ് സെൻറ്റൻസ് ആണ്. ഓക്കെ, യെസ്. എങ്കിൽ ശരി, 4ാമത്തെ ക്വസ്റ്റ്യൻ. യു ക്യാൻ ലെഫ്റ്റ് ദ ക്ലാസ് വെൻ യു ഹാവ് കംപ്ലീറ്റഡ് ദി എക്സാം. ആ സെൻറ്റൻസിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ? യു ക്യാൻ ലെഫ്റ്റ്. ക്യാൻ എന്ന് പറയുന്നത് എന്താ? ക്യാൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. മോഡലിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം? V1 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. V1 ഫോം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം. സോ വെനെവർ യു ഹാവ് എ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വെർബാണ്. അതായത് ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, ഇതെല്ലാം മോഡൽസ് ആണ്. മോഡൽസിനോട് എപ്പോഴും നമ്മൾ V1 ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുക. അതുകൊണ്ട് യു ക്യാൻ ലീവ് ദ ക്ലാസ് വെൻ യു ഹാവ് കംപ്ലീറ്റഡ് ദി എക്സാം. എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ദ പ്രൈസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ഹാവ് റൈസൺ അബ്നോർമലി ദിസ് മന്ത്. എന്താണ് അബ്നോർമലി ഈ മാസം കൂടിയിരിക്കുന്നത്? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസാണ്. ഓക്കെ, പ്രൈസ് എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? ആണ്. പ്രൈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പോൾ വെർബും സിംഗുലർ ആണ്. ഹാസ് റൈസൺ എന്ന് വരും. ഓക്കെ, പിന്നെ 3 ഫോം, റൈസ്, റോസ്, 3ാമത്തെ ഫോമാണ് റൈസൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രൈസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ഹാസ് റൈസൺ എന്ന് പറയും. ക്ലിയർ? യെസ്. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എന്താണ് കൂടുന്നത് നോക്കിക്കോണേ.
പെട്രോളും ഡീസലും അല്ല, അതിൻ്റെ വിലയാണ് കൂടിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, സാം വാസ് ബൈറ്റഡ് ഓൺ ഹിസ് നോ ബൈ എ പോയിസണസ് സ്നേക്ക്. ഇതൊരു എന്താണ്? പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. പാസീവ് വോയിസിന് അത് തേർഡ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ ബൈറ്റിൻ്റെ പാസ്റ്റ് എന്താ? ബിറ്റ്. തേർഡ് ഫോം എന്താ? ബിറ്റൺ ആണ് കേട്ടോ, ബിറ്റൺ. എന്നിട്ട് എവിടെ നിന്നാണ് ഈ ബൈറ്റഡ് കയറി വന്നേ? വാസ് ബിറ്റൺ എന്നാണ്. ഓക്കെ, സാം വാസ് ബിറ്റൺ ഓൺ ഹിസ് ടോ ബൈ എ പോയിസണസ് സ്നേക്ക്. ബൈറ്റ് V1 present, V2 past, bitten third form. ഓക്കെ, യെസ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. സന്ധ്യ ആസ്ക്ഡ് അമൽ ദറ്റ് വെയർ ഹാഡ് ഹർ മദർ ഗോൺ. ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഓക്കെ, അമ്മ എവിടെയാണ് പോയതെന്ന് ചോദിച്ചു. ഓക്കെ, ഇവിടെ ആസ്ക്ഡ് എന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡും ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ അവിടുത്തെ കൺജങ്ഷൻ. പിന്നെ എവിടെ നിന്ന് ഈ ദാറ്റ് കയറി വന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് കൺജങ്ഷനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി അവിടെ വേറെ എന്നുള്ളൊരു കൺജങ്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, അതാണ് അവിടുത്തെ കൺജങ്ഷൻ. പിന്നെ ദാറ്റിൻ്റെ ആവശ്യമില്ല. ദാറ്റ് നമ്മുടെ സാധാ അസേർട്ടീവ് സെൻറ്റൻസ്, നോർമൽ സെൻറ്റൻസസിനെയൊക്കെയാണ് നമ്മൾ ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സന്ധ്യ ആസ്ക്ഡ് അമൽ വെയർ ഹാഡ് ഹർ മദർ ഗോൺ. ഇനി ഇവിടെ വേറൊരു മിസ്റ്റേക്കും കൂടെയുണ്ട്. വേർ ഡിഡ് യുവർ മദർ ഗോ? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പിംഗ് വേർബ് ആദ്യം യൂസ് ചെയ്യാം അല്ലേ? പക്ഷേ ഇതൊരു സാധാ സെൻറ്റൻസ് ആയിട്ട് മാറിയിരിക്കുമല്ലേ? അപ്പോൾ ഇതാണോ ഫോർമാറ്റ്? അല്ല. വേർ ഹർ മദർ ഹാഡ് ഗോൺ എന്ന് വരും. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹെൽപ്പിംഗ് വേർബ് ആദ്യം വരും. വേർ ഡിഡ് യുവർ മദർ ഗോ? എവിടെ അമ്മ പോയിരിക്കുന്നത്? അതിന് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വേണം. വേർ ഹർ മദർ, പിന്നെയാണ് ഹെൽപ്പിംഗ് വേർബ് ഹാഡ് ഗോൺ എന്ന് വരുന്നത്. അപ്പോൾ രണ്ട് മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന് ദാറ്റ് റിമൂവ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം ഹാഡിൻ്റെ പൊസിഷൻ മാറ്റുക. സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വേർബ് വരേണ്ടത്, കാരണം ഇതൊരു നോർമൽ സെൻറ്റൻസ് ആയിട്ട് മാറി. ക്ലിയർ? അപ്പോൾ ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ചാണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഒരു സെൻറ്റൻസ് ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 8. എവ്രി ഗേൾസ് ഹാവ് ഗിവൺ ആൻ ഇംപ്രസീവ് ഡാൻസ് പെർഫോമൻസ്. എവ്രി ഗേൾസ് അല്ല, എവ്രി ഗേൾ. ഓരോ ഗേളും, ഓരോ ഗേൾ സിംഗുലർ ആണ്, വെർബും സിംഗുലർ. ഹാസ് ഗിവൺ. അപ്പം നമ്മൾ പറയുമ്പം എല്ലാവരും നല്ലൊരു ഡാൻസ് പെർഫോമൻസ് തന്നിട്ടുണ്ട്. ഈ എല്ലാവരും എന്ന് പറയുമ്പം ഓരോരുത്തരും തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട് അല്ലേ? ബിന്ദു തന്നിട്ടുണ്ട്, സിന്ധു തന്നിട്ടുണ്ട്, കാർത്തി തന്നിട്ടുണ്ട്. അപ്പം ഓരോ ഗേളും എന്നുള്ളൊരു മീനിങ് ആണ്. ഓരോരുത്തരും സിംഗുലർ ആയതുകൊണ്ട് വെർബും നമ്മൾ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്തു. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The light tower with all its lights look beautiful at night from the top. വല്ല കണ്ടുപരിചയമുണ്ടോ? ഈ വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യണം? ആദ്യത്തെ സബ്ജക്റ്റ് ലൈറ്റ് ടവർ സിംഗുലർ, വേർബും സിംഗുലർ. വേർബ് സിംഗുലർ ആക്കുന്നത് എങ്ങനെയാ? എസ് എന്നോ ഇ എസ് എന്നോ ആഡ് ചെയ്യാം. അതുകൊണ്ട് അവിടെ ലുക്സ് എന്ന് വരും. ലുക്സ്. The light tower with all its lights looks beautiful at night. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്ത്, ടുഗെദർ വിത്ത് ഒക്കെ വരുമ്പം ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യുക. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് ലൈറ്റ് ടവർ സിംഗുലർ ആയതുകൊണ്ട് വേർബും സിംഗുലർ ആയിട്ട് കൊടുത്തു, ലുക്സ് എന്ന് വന്നു. ഓക്കെ, യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 10. ഐ നോ എ കോബ്ലർ വിച്ച് മെൻസ് ഷൂസ്. എനിക്കൊരു കോബ്ലറിനെ അറിയാം. ആ ഷൂസ് മെൻഡ് ചെയ്യുന്ന ആ കോബ്ലറിനെ എനിക്ക് അറിയാമെന്നാണ് അല്ലേ? ഒരാളെക്കുറിച്ചല്ലേ പറയുന്നത്? ആളെക്കുറിച്ച് പറയുമ്പം വിച്ച് എന്നല്ല, ഹൂ എന്ന് വരണം. ഓക്കെ, ഐ നോ എ കോബ്ലർ ഹൂ മെൻസ് ഷൂസ് എന്ന് വരും. ഓക്കെ, യെസ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോണി സഡൻലി കെയിം അക്രോസ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഹു ഹാഡ് സെറ്റിൽഡ് ഇൻ ദുബായ്. 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം. ഓക്കെ, 4 അല്ല, 1 A B C 3 പാർട്സായിട്ടാണ്. എറർ ഒന്നുമില്ലെങ്കിൽ നോ എറർ. അപ്പോൾ എന്താ? റോണി സഡൻലി കെയിം അക്രോസ്. ടു കം അക്രോസ് എന്ന് പറയുമ്പോൾ തന്നെ മുന്നിൽ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിപ്പെടുക, എത്തിച്ചേരുക എന്നാ. പിന്നെ എന്തിനാ ഈ സഡൻലി കൊടുക്കുക? സഡൻലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് എന്നുള്ള മീനിങ് അല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യാദൃശ്യ എന്ന് നമ്മൾ പറയത്തില്ല, അങ്ങനെ കണ്ടുമുട്ടി എന്നാണ്. അപ്പോൾ ദുബായിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിനെ ബൈ ചാൻസിന് കണ്ടുമുട്ടി എന്നാണ്. ഓക്കെ, അപ്പോൾ സഡൻലി എന്ന് പറയുമ്പോൾ പെട്ടെന്നല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കെയിം അക്രോസ് മതി, സഡൻലി അവിടെ റിമൂവ് ചെയ്യാം. സോ എറർ ഏത് പാർട്ടിലാണ്? ബി പാർട്ടിലാണ് എറർ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ 12. എ മൊമെൻറ്റ് ഡിലേ വുഡ് ഹാവ് പ്രൂവ്ഡ് കോസ്റ്റ്ലി ഇൻ ദാറ്റ് സിറ്റുവേഷൻ. എ മൊമെൻറ്റ് ഡിലേ,
ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ, ഒരു നിമിഷം. അപ്പം ഒരു നിമിഷത്തിൻ്റെ താമസം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സെക്കൻഡ് എങ്ങാനും മാറിയിരുന്നെങ്കിൽ, അല്ലേ, ഒരു നിമിഷത്തിൻ്റെ ഒരു താമസം വന്നിരുന്നെങ്കിൽ. അതുകൊണ്ട് എ മൊമെൻറ്റ്സ് ഡിലേ എന്ന് വരണം. ഏ പാട്ടിലാണ് എറർ. എ മൊമെൻറ്റ്സ് ഡിലേ, ഒരു നിമിഷത്തിൻ്റെ, ഒറ്റ മിനിറ്റിൻ്റെ ഒരു താമസം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഡിലേ ഉണ്ടായിരുന്നെങ്കിൽ, പ്രൂവ്ഡ് കോസ്റ്റ്ലി ഇൻ ദാറ്റ് സിറ്റുവേഷൻ, വലിയ വില കൊടുക്കേണ്ടി വന്നേനെ എന്നതാണ് മീനിങ്. ഓക്കെ, കാരണം നമുക്ക് ചില നഷ്ടങ്ങൾ അങ്ങനെയാണ്, നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അതാണ് ഉദ്ദേശം കേട്ടോ. നെക്സ്റ്റ്, we have to ensure that all members fulfill the requirements. ഇൻഷുർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുക എന്നാണ്, അല്ലേ? ഇൻഷുർ അല്ല, നമ്മൾ ഉറപ്പ് വരുത്തണം. വി ഹാവ് ടു എൻഷുർ. ഏത് പാർട്ടിലാണ്? ബി പാർട്ടിലാണ് എറർ. വി ഹാവ് ടു എൻഷുർ ദാറ്റ് ഓൾ മെമ്പേഴ്സ് ഫുൾഫിൽ ദി റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഉറപ്പ് വരുത്തണം എല്ലാ മെമ്പേഴ്സും റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നതാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫെർദറായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് വീഡിയോസ് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഒക്കെ. ഇത് പ്ലേലിസ്റ്റിലും കാണും ഈ വീഡിയോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മളിതെല്ലാം ഓർക്കത്തുള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 14, ഓഫ് ദ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ ഗാലക്സി, ഹൗ മച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ലൈഫ്? ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട് ഗാലക്സിയിൽ, അല്ലേ? ഈ ബില്യൺസ് ഓഫ് സ്റ്റാർസിൽ എത്ര എണ്ണമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? സ്റ്റാർസിലൊക്കെ ഇനി അടുത്ത് നമ്മൾ സ്ഥലം മേടിക്കുന്നത് ചിലപ്പോൾ സ്റ്റാർസിലൊക്കെ ആയിരിക്കാം, അല്ലേ? അപ്പം എത്ര എണ്ണത്തിന് ലിവ് ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ട്, എത്ര എണ്ണത്തിന്? അപ്പോൾ സ്റ്റാർസ് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗണിൽ നമ്മൾ മച്ച് ഉപയോഗിക്കത്തില്ല, മെനി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, മെനി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സ്റ്റാറിൻ്റെ പ്ലൂറൽ സ്റ്റാർസ് ആണ്, അതുകൊണ്ട് തന്നെ അതൊരു കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ മെനി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മച്ച് ഉപയോഗിക്കില്ല. മച്ച് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? യെസ്. ഓക്കെ, നെക്സ്റ്റ്, ഐ പ്രോമിസ് ഐ കോൾ യു ആസ് സൂൺ ആസ് ഐ ഗെറ്റ് ഹോം. ഓക്കെ, ഐ പ്രോമിസ്, ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ വീട്ടിൽ എത്തിയ ഉടനെ ഞാൻ നിന്നെ വിളിച്ചിരിക്കും. അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഒക്കെ വേണ്ടേ, അല്ലേ? ഐ വിൽ കോൾ യു എന്നാണ്. ഐ വിൽ കോൾ യു, കാരണം ഞാൻ ഉറപ്പായിട്ടും പറയണം. ഐ പ്രോമിസ്. അപ്പോൾ ചുമ്മാ ഐ കോൾ യു എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഒക്കെ വേണ്ടേ? ഐ വിൽ കോൾ യു, ഐ പ്രോമിസ് ഐ വിൽ കോൾ യു. ഞാൻ ആസ് സൂൺ ആസ് ഐ ഗെറ്റ് ഹോം, വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ നിന്നെ വിളിച്ചിരിക്കും. അത് പ്രോമിസാണ്, വാക്കാണ്. ഓക്കെ, സോ ഉറപ്പുള്ള കേസസിൽ നമ്മളെപ്പോഴും ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വില്ല് യൂസ് ചെയ്യണം കേട്ടോ. And the next question, all my fishing dash is in my car. Okay, ഇത് വൊക്കാബിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പാരഫനേലിയ എന്നാണ് അവിടെ വരേണ്ടത്, പക്ഷേ കറക്റ്റ് സ്പെല്ലിംഗ് നിങ്ങൾ ഇതിനകത്ത് ചൂസ് ചെയ്യണം. പാരഫനേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്യുപ്മെൻറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിഷിങ്ങിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റും, എല്ലാ സാമഗ്രികളും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത് കാറിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണേൽ പോയി എടുത്തുകൊണ്ട് വരാം. എല്ലാ ഫിഷിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ പാരഫനേലിയ, അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? പാരഫനേലിയ, പാര, ഓക്കെ, പാര. ഫർ എന്നെങ്ങനെ എഴുതും? ഫർ, ഈ ഫോൺ അല്ല, ഫർ PHER ആണ്. ഓക്കെ, പാര ഫർ നാലിയ, നേലിയ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പാരഫനേലിയ എന്നാണ്, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ നാലിയ എന്ന് വേണമെങ്കിൽ അത് ഓർത്തിരിക്കാനാണ്. പാരഫനേലിയ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, എഴുതുമ്പോൾ എന്നാണ് വരുന്നത്. അപ്പോൾ പാരഫനേലിയ, ഇറ്റ് ഈസ് ഓപ്ഷൻ എ. എന്ന് വെച്ചാൽ സാമഗ്രികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സാധനങ്ങളും, എല്ലാ ഐറ്റംസും എന്നാണ്. ഫിഷിംഗ് ഐറ്റംസ് എല്ലാം കാറിലുണ്ട്. ആ ഫിഷിംഗ് എന്നുള്ളതാണ് നമ്മളിവിടെ പാരഫനേലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഓർത്താൽ മതി, പാരഫനാലിയ. ഓക്കെ, യെസ്. ലാസ്റ്റ് 4 questions. So moving on to the next question, question number 17. Nobody called, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് nobody എന്ന് പറഞ്ഞാൽ ആരും വിളിച്ചിട്ടില്ല. സോ അതെന്താ? അതൊരു നെഗറ്റീവ് സെൻറ്റൻസാണ്. അപ്പോഴേ ആലോചിച്ചോ, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓപ്ഷനിൽ 2 പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഇതിനകത്ത് ഇനി ഏതാ? കോൾഡ് എന്നാന്നിരിക്കുന്നത്, മെയിൻ വേർബാ. ഹെൽപ്പിംഗ് വേർബ് വേണമല്ലോ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കേ. കോൾഡിനെ എങ്ങനെ എഴുതുന്നത്? ഡിഡ് കോൾ. ഹെൽപ്പിംഗ് വേർബ് കിട്ടിയല്ലോ, ഡിഡ്. അതുകൊണ്ട് ഡിഡ് ദേ. അതിന് ദേ വന്നത്
ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വിളിച്ചിട്ടില്ലെന്നാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറലാണ്, അതാണ് അവിടെ ദേ വന്നത്. ഓക്കെ, സെൻറ്റൻസ് നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. പിന്നെ കോൾഡ് മെയിൻ വേർബ് ആണ്. മെയിൻ വേർബ് കൊണ്ട് കാര്യമില്ല, ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഡിഡ് കോൾ എന്ന് എഴുതി, അതുകൊണ്ട് ഹെൽപ്പിംഗ് വേർബ് കിട്ടിയപ്പോൾ ഡിഡ് എന്ന് വന്നു. എന്തുകൊണ്ട് ദേ വന്നു പ്രൊനൗൺ? കാരണം സെൻറ്റൻസ് ഇവിടെ സിംഗുലർ ആണെങ്കിലും ക്വസ്റ്റ്യൻ ടാഗ് പ്ലൂറലാണ്. അതാണ് അവിടുത്തെ ട്വിസ്റ്റ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. ടെൻസ് ഏതാന്ന് പറയാവോ? ഡിഡ് യു പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ? ഈ യെസ്റ്റർഡേ വരുമ്പോൾ അതൊരു കീവേഡ് അല്ലേ. യെസ്റ്റർഡേ വരുമ്പോൾ ഏത് ടെൻസാ? സിമ്പിൾ പാസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. യെസ്റ്റർഡേ എന്ന് വരുമ്പം സിമ്പിൾ പാസ്റ്റ്. അതാണ് ഈ ഡിഡ് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. പക്ഷേ പലരും ഈ പ്ലേനെ നോക്കിയിട്ട് പ്രസൻറ്റ് ടെൻസ് അങ്ങ് കൊടുക്കും. ഓക്കെ, പ്ലേ കണ്ടിട്ട് ചാടിക്കയറി പ്രസൻറ്റ് ടെൻസ് എന്ന് കൊടുത്തേക്കരുത്. ഓപ്ഷനിൽ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പക്ഷെ അല്ല. യെസ്റ്റർഡേ എന്ന് കാണുമ്പോൾ തന്നെ ഓർത്തോണം, കീവേഡ് യെസ്റ്റർഡേ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ടെൻസ് സിമ്പിൾ പാസ്റ്റ്. അതാണ് ഡിഡ് കൊടുത്തത്. ഡു ഡസിൻ്റെ പാസ്റ്റ് അല്ലേ ഡിഡ്, അപ്പോൾ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, നോട്ട് ചെയ്തോണം. യെസ്റ്റർഡേ കാണുമ്പോൾ സിമ്പിൾ പാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഒന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് ഫില്ലപ്പ് ചെയ്യാവോ? എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ഐ വെൻ ബാക്ക് ടു മൈ സ്കൂൾ 3 years ago I found that a lot of changes. ഇനി എന്ത് പറ്റി? ഞാൻ 3 വർഷം മുന്നേ സ്കൂളിലോട്ട് പോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നല്ലേ. അപ്പോൾ വേർഡ് ടേക്കൺ പ്ലേസ്, ആർ ടേക്കൺ പ്ലേസ്, ഹാഡ് ടേക്കൺ പ്ലേസ്, ഹാവ് ടേക്കൺ പ്ലേസ്. 3 വർഷം മുമ്പാണ് പോയത്, കഴിഞ്ഞു സംഭവം. അപ്പോൾ അത് പിന്നെ ഇപ്പോഴത്തെ ഹാവും ആറും വരുമോ? ഇല്ല. 3 വർഷം മുന്നേ ഞാൻ പോയപ്പോഴത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് ഞാൻ പോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യമാണേ, 3 വർഷങ്ങൾക്ക് മുന്നേ ആണേ. അപ്പോൾ പ്രസൻറ്റിൻ്റെ ഒന്നും അവിടെ വരില്ലല്ലോ, പോയി. ഇനി എ ആണോ സി ആണോ? ലോട്ട് ഓഫ് ചേഞ്ചസ് വേറിൻ്റെ കൂടെ ING ആയിരുന്നെങ്കിൽ വേർ ടേക്കിംഗ് പ്ലേസ് എന്നായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു. അതുമല്ല. അപ്പം നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാഡ് ടേക്കൺ പ്ലേസ്. അതായത് 2 പാസ്റ്റ് ആക്ഷൻസ് ഉള്ളപ്പോൾ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ 3 വർഷങ്ങൾക്ക് മുന്നേ പോയി. ഓക്കെ, അത് പാസ്റ്റാണ്, അതുകൊണ്ടാണ് വെൻറ്റ് വന്നത്. ഞാൻ പോയി 3 വർഷം മുമ്പ് പോയപ്പോൾ ആ പോയ സമയത്ത് അവിടെ അപ്പോഴേ മാറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നടന്നത് ഏതാ? മാറ്റങ്ങളുണ്ടായി. അത് ഞാൻ പിന്നെ ചെന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ, രണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതാണ് ഹാഡ് ടേക്കൺ. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. അപ്പം പ്രത്യേകം കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, അവിടെ 2 പാസ്റ്റ് ആക്ഷൻസ് ആണ്. ഞാൻ പോയി, പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ്, അതിന് മുന്നേ അവിടെ ഈ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എഗെയിൻ ഒരു വൊക്കാബാണ് തന്നിരിക്കുന്നത്. മാധു ഫിക്സ്ഡ് ഹർ മേക്കപ്പ് ആൻഡ് ഹോപ്ഡ് ഷീ കുഡ് യൂസ് ഡാഷ് ടു ഗെറ്റ് എ ടിക്കറ്റ്. ഓക്കെ, ഇതിൻ്റെ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടെ തരാം കേട്ടോ. അതായത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഞാൻ പറയും. ബാക്കിയുള്ളതിൻ്റെ ഇത് വൊക്കാബ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ളതിൻ്റെ മീനിങ് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആൻസർ ഞാൻ പറയാം, പക്ഷേ ബാക്കി 3 ഓപ്ഷൻസിൻ്റെ മീനിങ് സിനോണിം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യണം. ഓക്കെ, അത് ഈ കാണുന്നവരെല്ലാവരും, റെക്കോർഡിൽ കാണുന്നവരെല്ലാവരും ഒന്ന് കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ മാധു മേക്കപ്പൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഹോപ്ഡ് ഷീ കുഡ് യൂസ് ഡാഷ് ടു ഗെറ്റ് എ ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി എന്തോ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിൽ മേക്കപ്പൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ എന്ത് ചെയ്യാമെന്നാണ് ആൾ ഉദ്ദേശിച്ചത്? ഷീ കുഡ് യൂസ് കോക്കറ്റ്രി. കോക്കറ്റ്രി എന്ന് പറഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാം. അപ്പോൾ ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്ലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുളുവിലൊരു ടിക്കറ്റ് കിട്ടിയേക്കാം. ടിക്കറ്റ് എങ്ങോട്ടുള്ള ടിക്കറ്റാണ് അറിഞ്ഞുകൂടാ. എങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ ടിക്കറ്റ് ആവാം. അപ്പോൾ ഒന്ന് മേക്കപ്പൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് സുന്ദരിയായിട്ട് ഒന്ന് ഫ്ലേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മേ ബി കിട്ടുമായിരിക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ മാധു എല്ലാം മേക്കപ്പ് ഫിക്സ് ചെയ്തു എന്നാണ്. സോ ഹോപ്ഡ് ഷീ കുഡ് യൂസ് കോക്കറ്റ്രി. കോക്കറ്റ്രി എന്ന് പറഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് ഇത്രയേ ഉള്ളൂ. എക്സിലറേറ്റ്, നെബുലസ്, സിമിലി, ഈ 3 മീനിങ് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ നമുക്ക് വരാം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കാണണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.